ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാനോ ഗെയിമിംഗ്. നമ്മളിപ്പോൾ കണ്ട് മൈൻക്രാഫ്റ്റിലാണ്. അതുപോലെ നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിന് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. ഇനിയും ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഒന്നരട്ടോ അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഗൈസ്, നമ്മളെല്ലാ പ്രാവശ്യവും മൈൻക്രാഫ്റ്റ് കളിക്കുന്നതെന്ന് വെച്ചാൽ റാൻഡമായിട്ടുള്ള സീഡ് ഇട്ടാണ് കളിക്കുന്നത്. മൈൻക്രാഫ്റ്റ് വരുന്ന സീഡ് വെച്ചാണ്. അപ്പം നമ്മൾ ഈ ഒരു വെറൈറ്റിക്ക് ഞാൻ യൂട്യൂബിൽ കയറി സീഡ് കണ്ടു. ഞാൻ വീഡിയോ ഒന്നും കാണാൻ പോയില്ല. ഏതൊരു യൂട്യൂബ് ചാനലിലായിരുന്നു ഞാൻ വീഡിയോ ഒന്നും കാണാൻ പോയില്ല. ഞാൻ കണ്ടു, ഒരു സീഡ് കണ്ടു. ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഇട്ടു. ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും ഒരു വില്ലേജ് ഉണ്ടെന്ന് അറിയാം. വേറെ എനിക്കറിയത്തില്ല. എൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ഒരു വില്ലേജ് ഉണ്ടെന്ന് എനിക്കറിയാം. വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. അപ്പം അതേ പറഞ്ഞ് വൈപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന്. വില്ലേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കത്തപ്പം. പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അവരൊക്കെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. ഈ വീട്ടിൽ കുറേ നാളായി കളിച്ചിട്ട്. ചെസ്റ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? പേപ്പർ ഭാവിയിൽ ആവശ്യം വരും. അത് ഇതിനകത്ത് തന്നെ ഇരുന്ന ഒരു MD മാപ്പ്. നമുക്കൊരു സംഭവം ചെയ്യണം. നമുക്ക് ഈ വേൾഡ് പയ്യെ ഉണ്ടാക്കി നമുക്കൊരു മാപ്പിൻ്റെ സെറ്റപ്പ് നമുക്ക് ചെയ്യാം. മാപ്പ് എടുത്ത് ഒരു ഫ്രെയിം ചെയ്ത് വെക്കണം. ഇതിനകത്ത് എന്താ നോക്കട്ടെ ഗൈസ്. അതിനകത്ത് ഈ ഒരു സംഭവം ഉണ്ടല്ലേ, ഫുഡുണ്ട്. ഫുഡ് മുഖ്യം. വില്ലേജ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 6 ഇതുണ്ട്. അതൊക്കെ പിന്നെ കളത്തി. മെയിനായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമുക്ക് മരം പൊട്ടിച്ചത് പോലും ഇല്ല. അതിന് മുന്നേ നമുക്ക് ഇതെടുക്കാൻ ഇല്ല. അവിടെ ഒരു ഇതുണ്ടായതല്ലോ, നമ്മൾ ലൂട്ട് ചെയ്തോ? അത് ലൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങ് വന്നോളും എൻ്റെ ഓരോ കാര്യങ്ങൾ. ഒരു അയൺ ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്, 4 അയണും കിട്ടിയിട്ടുണ്ട്, കുറേ ആപ്പിളും, ഒരു ഇതും കൂടെ ഉണ്ട്, പിക്കാക്സ്. ഗൈസ് ഞാനിത് ഫുള്ള് ലൂട്ട് ചെയ്തിട്ട് നമുക്ക് പയ്യെ കാണാം. അല്ലെങ്കിൽ ഇത്രയും അലമ്പാവും, കുറേ ലെങ്താവും. പയ്യെ ഞാൻ എടുക്കാനാണ് ഓരോരോന്നും. ഇന്ന് നമുക്ക് കുറേ എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ എൻ്റെ പ്ലാൻ. അപ്പം ഞാനത് ഫുള്ള് ലൂട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാൻ മൊത്തം ലൂട്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് വന്നു. ഈ വീട് മാത്രമേ കയറുള്ളൂ. അന്നേരത്തെ ഞാൻ മണ്ടയ്ക്ക് വന്നപ്പോൾ ചെറി ബ്ലോസം കണ്ടു. നല്ല ഉപയോഗമുള്ള ട്രീ ആണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ട്രീ കൂടാണ് ചെറി ബ്ലോസം. നമുക്ക് ഭാവി എന്തെങ്കിലും യൂസ് ചെയ്യാനും ബിൽഡ് എനിക്ക് വലുതായിട്ട് ചെയ്യാൻ അറിയത്തില്ല. നമുക്ക് പരമാവധി ബിൽഡ് ചെയ്യാനും ഒക്കെ ഉപകാരപ്പെടും. 2 ബെഡ് എടുത്തേക്കാം. മിക്കവാറും നമുക്ക് ഈ വീട് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കാം. ഈ വീടൊന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാം. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇച്ചിരി ക്ലിയർ ആക്കിയിട്ട് ആ രീതി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു നല്ലൊരെണ്ണം വെക്കാം, അത് വേറെ കാര്യം. അതിൽ ലൂട്ടധികം ഇല്ലെന്ന് തോന്നി. ഈ വില്ലേജ് കുറേ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. ലൂട്ടൊക്കെ വലിയ കുറവാണ്. ഈ താഴെയുണ്ട്. ലൂട്ടൊക്കെ ഭയങ്കര കുറവാണ് ഗൈസ്. ഞാൻ ലൂട്ട് ചെയ്തിട്ടെല്ലാം കാണാം ഗൈസ്. ലൂട്ടൊക്കെ കുറവാണ് ഗൈസ്. ഇത്രയൊക്കെ ലൂട്ടൊക്കെ ഉള്ളു. ഞാൻ പിന്നെ അവിടെ നിന്നുണ്ട് എൻ്റെ ക്യാരറ്റൊക്കെ വരച്ച് കൈ വെച്ചത് അവരുടെ കയ്യിരിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് വുഡ് നമുക്കങ്ങ് എടുക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം കളക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടൂൾസ് പയ്യെ അങ്ങ് ഉണ്ടാക്കി നമുക്ക് പയ്യെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്.
നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു നല്ലൊരു ബേസ് ഉണ്ടാക്കാം. വില്ലേജർ ബ്രീഡറും അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. എനിക്ക് പല പല മൈൻഡ് വരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ട്രീ ആണ് ഓക്കും പിന്നെ ഈ ചെറി ബ്ലോസത്തിൻ്റെ ട്രീ. പക്ഷേ ഓക്കിൻ്റെ ഭയം അടുത്തൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. തപ്പണം. അപ്പോൾ ഗൈസ് ഫുള്ളും കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അധികം വെറുപ്പിക്കുന്നില്ല ഗൈസ്. നമുക്ക് കിട്ടിയൊരു അയൺ പിക്കാക്സ് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോൺ ഫസ്റ്റ് ടൈം ചെയ്യാം. നമുക്ക് വുഡിലോട്ട് ഡയറക്റ്റ് പോകണ്ട. നമുക്ക് വുഡിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം. വുഡ് ടൂൾസിൻ്റെ ആവശ്യം ഇപ്പം നിലവിലില്ല. ഇപ്പം അയൺ പിക്ക് ഉണ്ടല്ലോ. പിന്നെ 4 അയൺ എക്സ്ട്രാ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് കുറച്ച് ഇതൊന്ന് കളക്ട് ചെയ്തിട്ട് സ്റ്റോണൊന്ന് കളക്ട് ചെയ്തിട്ട് കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം ഗൈസ്. ടൂൾസ് ഫസ്റ്റ് ഒരു ആക്സ്, ഇൻവെൻട്രി സ്പോർട്ട് ചെയ്ത് വെക്കണം. എനിക്ക് ഇഷ്ടമല്ലറിയാം. ഒരു സോഡിൻ്റെ ഉപയോഗം ഞാൻ സോഡും കൊണ്ടായിരിക്കത്തില്ല മിക്കവാറും. ഞാൻ കുഴപ്പമില്ല, സോഡും കൊണ്ടായിരിക്കട്ടെ. സോഡിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ. ഇത് കൂടെ ഇരിക്കട്ടെ. ഒരു ഗൈസിനെ ഉണ്ടാക്കിയെടുക്കണം ഗൈസ്. ഞാൻ ഇവിടുത്തെ ആയിരുന്ന ചെസ്റ്റൊക്കെ പൊട്ടിച്ചെടുക്കുക ഗൈസ്. നമുക്ക് അവിടുത്തെ താഴെ ഒരു ഡബിൾ വീടുണ്ടല്ലോ. അപ്പം വലിയൊരു വീടുണ്ട്. അവിടെ തന്നെ നമ്മുടെ ഇതങ്ങൊക്കെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലേ. ഇത് ഞാൻ ലൂട്ട് ചെയ്യും. ഇതെല്ലാം എടുത്തോ. നമുക്ക് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. എന്നിട്ടില്ല വില്ലേജറിനെ പൂട്ടിയിടണം. ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. നമ്മുടെ കേസ് അതിനെയൊക്കെ തല്ലിക്കൊന്ന് കളയും. അയങ്കോളം ഉണ്ട്. അയൻകോളത്തിന് തട്ടാം. പിന്നെ അതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് അത്യാവശ്യം സ്റ്റാർട്ടിങ് ഉള്ളതായി എല്ലാം. നമുക്ക് ഈ ഒരു വീടങ്ങ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചളഞ്ഞ് ഇവിടെ നിന്ന് വൃത്തിയാക്കി എടുക്കാം. ബണ്ടൊക്കെ എടുത്തേക്കാം. വെട്ടിപ്പ് തൽക്കാലത്തിന് ആവശ്യമൊന്നുമില്ല ഇവിടെ. എന്നിട്ട് കീറിടുന്നിട്ട് ഇവിടെ തന്നെ സെൻട്രി ബെഡ് കഴിക്കാൻ ചെസ്റ്റ് എടുക്കുക. തട്ടി വെക്കുക. എന്നാൽ ഫസ്റ്റ് നൈറ്റ് പോടാ. ഫസ്റ്റ് നൈറ്റ് ഇതാ സ്കിപ്പ് ചെയ്തേക്കുന്നു. അയ്യോ. ഇപ്പം അടുത്ത നൈറ്റിൽ ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അമ്മരെ ഒന്ന് ലോക്ക് ചെയ്യണം. അതിനകത്ത് അപ്പുറത്തെ റൂമിലൊക്കെ ഒന്ന് ലോക്ക് ചെയ്യണം. എന്നിട്ട് ഈ റൂമൊന്ന് വൃത്തിയാക്കി കുറച്ച് ചെസ്റ്റും കൂടെ എടുത്ത് ഇവിടെ നിന്ന് സെറ്റപ്പാക്കി എടുത്തിട്ട് കാണാം ഗൈസ്. ഇതിനകത്ത് 3 വില്ലേജസിനെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട്. 3 പേരുണ്ട്. നമുക്ക് 3 പേരെ മതി. 1 പിന്നെ വെള്ളം പെട്ടെന്ന് കയറുന്നതുകൊണ്ട് അയാളെയും കൂടെ പിടിച്ചാൽ ക്ലോസ് ചെയ്തു. ഇനിയും നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി. എനിക്ക് ഓഫ് ക്യാമറ ചെയ്യുന്ന കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു ഫസ്റ്റ് ബ്രീഡർ ഉണ്ടാക്കണം. നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് ഓവർ സ്പീഡും പോകണ്ട, പെട്ടെന്ന് തീർക്കുകയും ചെയ്യില്ലേ. ഒരു അങ്ങനത്തെ ബേസ് പെട്ടെന്ന് തീർക്കുകയും ചെയ്യില്ലേ. എന്നാൽ പെട്ടെന്ന് പയ്യെ തീർക്കണം. ആ ഒരു റേഞ്ച്, അങ്ങനത്തെ റേഞ്ച് നമുക്ക് ഈ ലെറ്റ്സ് പ്ലേ സീരീസ് എൻഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ തമ്മിലുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് ഈ അയൻകോളത്തിനൊന്ന് തട്ടണം.
രണ്ടുപേരുണ്ടോ? ഇല്ല 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 ഇല്ല. ഇപ്പം ഇവന് റൈറ്റ്. ഓ ചത്തി 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 ചത്തി. ഇവിടോട്ട് വരുവ് ഇടുന്നുണ്ടോ? കൊള്ളാം. റേഞ്ച് ഇല്ലാത്ത തേണ്ടി. 1 2 3 എത്ര മതി. ഷിഫ്റ്റ് നിൽക്കുക, അടിക്കരുത്. ഓക്കെ, ഇനി ഇവനെ ഇവിടെ നിന്നും കൊല്ലുക നൈസിൽ. ഇനി പ്രത്യേകിച്ച് പണിയില്ല. ഇങ്ങനെ സ്നാപ്പ് ചെയ്ത് കൊന്നച്ചാൽ മതി. അതാണ് പ്രത്യേകിച്ച് പണി. പിന്നെ കൊന്നിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അതിൻ്റെ പേര് ചാവും ചാവും ചാവും. ലാസ്റ്റ് 2 more. നേരത്തെ അപ്പോൾ ഗൈസ് അതിൻ്റെ പേരായി. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തമ്മിലുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ് പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഹാനോ ഗെയിമിംഗ് സൈനിങ് ഓഫ്.